ഹായ് ഓൾ, സോ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഷോർട്ട് ആൻഡ് മാത്തിലെ സെക്കൻഡ് സെഷൻ എന്ന് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി അത് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ക്ലാസ്സിൽ വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വലിയ കാൽക്കുലേഷൻസ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് ആൻഡ് മാത്തിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15.5 പ്ലസ് 0.25 പ്ലസ് 0.75. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വലിയ കാൽക്കുലേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ളതിൻ്റെ ട്രിക്കാണ് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇത് കാണുമ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം ആദ്യം പിടിച്ചങ്ങോട്ട് അങ്ങ് ആഡ് ചെയ്യാൻ തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ രണ്ടെണ്ണമാണ് ആദ്യം ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഓർഡർ ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് 15.5 ഉണ്ട്. അതിനോട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 0.75ഉം 0.25ഉം 0.75. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? പലർക്കും അറിയുന്നുണ്ടാകും ഓൾറെഡി. 5 ആഡ് ചെയ്താൽ ഇവിടെ 1 വരും. 1ഉം 2ഉം 7ഉം കൂടി ആഡ് ചെയ്താൽ ഇവിടെ 0 വരും, ഇവിടെ 1 വരും. ബേസിക്കലി അത് 1 ആണ് വരിക. ഓക്കെ, സോ ആൻസർ വരാൻ പോകുന്നത് 16.5 ആയിരിക്കും. 0.25ഉം 0.75ഉം കൂടി ആഡ് ചെയ്താൽ 1 ആയിരിക്കും വരിക. ആ 1ൻ്റെ കൂടെ ആഡ് ചെയ്താൽ 16.5 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് USSന് കാണാൻ പറ്റും. എന്ന് നോക്കി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 136 പ്ലസ് 29 മൈനസ് 29. ഓക്കെ, ഇതെന്താ ചെയ്യുക? നേരെ ആഡ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? ഈ 29 ഇതിനായിട്ട് മൈനസ് ചെയ്താൽ മതി. സോ 136 പ്ലസ് 29 മൈനസ് 19 എന്ന് വെച്ചാൽ എന്താ സംഭവം? 136 പ്ലസ് 29 മൈനസ് 19 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഈ 29 മൈനസ് 19 എന്ന് വെച്ചാൽ? അത് 10 ആയിരിക്കും വരിക. 29 നിന്ന് 19 പോയാൽ 10 ആയിരിക്കും വരിക. സോ ആൻസർ 146 ആയിരിക്കും. ബി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആദ്യം ചെയ്യേണ്ട, ഇത് ആദ്യം ചെയ്താൽ മതി. ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് മാറിയാൽ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 38 മൈനസ് 8.5 പ്ലസ് ഹാഫ്. അതെന്താ വരാൻ പോകുന്നത്? ഇത് കുറച്ചും കൂടി നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. 38 മൈനസ് 8.5, 8.5 എന്ന് വെച്ചാൽ 8.5, അതിനോട് അര കൂട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ 38 മൈനസ് 8.5 പ്ലസ് ഹാഫ് എന്ന് എഴുതാം. ആ ഓർഡർ ഓഫ് ഓപ്പറേഷനിൽ സംഭവം ഒഴിവാക്കുക. എന്നിട്ട് അവിടുന്ന് മൈനസ് അങ്ങ് പുറത്തെടുക്കുക. ഈ മൈനസ് അങ്ങ് പുറത്തെടുത്താൽ 8.5 മൈനസ് ഹാഫ് എന്നാവും. ഇപ്പം മൈനസ് 2 പേർക്കുള്ളതാണ്. ഈ മൈനസ് അങ്ങ് പുറത്തെടുത്താൽ ഈ മൈനസ് ഉള്ള ഇതിനുള്ളതാണ്, പിന്നെ ഇതിനുള്ളതാണ്, ഇതിനുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 38 മൈനസ് 8.5യിൽ നിന്നും അര പോയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 8 ആയിരിക്കും. 8.5യിൽ നിന്ന് അര പോയാൽ 8 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ഇത് നമുക്ക് ഫ്രാക്ഷനിലേക്കൊന്നും ആക്കി ഇത് മിക്സഡ് ഫ്രാക്ഷനിലുള്ള, അതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്കൊന്നും ആക്കി എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടി ടൈം എടുക്കും. അതിനൊന്നും നിൽക്കണ്ട. 8.5യിൽ നിന്നും അര പോയാൽ 8 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിച്ചാൽ. 38ൽ നിന്ന് 8 പോയാൽ എത്ര കിട്ടുക? 30 ആയിരിക്കും റൈറ്റ് ആൻസർ. സോ സി ഓപ്ഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടാൻ പോകും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സം ഓഫ് 1/5 ഓഫ് 33 ആൻഡ് 1/5 ഓഫ് 67. 33ൻ്റെ 1/5ഉം 67ൻ്റെ 1/5ഉം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ 1/5 ഓഫ് 33 പ്ലസ് 1/5 ഓഫ് 67. 33ൻ്റെ 1/5ഉം 67ൻ്റെ 1/5ഉം കൂടി കൂട്ടി എത്ര കിട്ടുമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതെന്താ സംഭവം? 1/5 ഇൻറ്റു 33 പ്ലസ് 1/5 ഇൻറ്റു 67. സോ എന്ത് ചെയ്യുക? 33/5 ചെയ്യാൻ നിൽക്കണ്ട, 67/5 ചെയ്യാൻ നിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി? 1/5 അങ്ങ് കോമൺ എടുക്കുക. ഈ ഒരു സാധനത്തിൽ നിന്നും 1/5 പോയാൽ അവിടെ 33 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ ഒരു സാധനത്തിൽ നിന്നും 1/5 പോയാൽ അവിടെ 67 മാത്രമേ ഉണ്ടായിരിക്കൂ. 1/5 ഞാൻ അങ്ങ് കോമൺ എടുത്തു. അങ്ങനെ എടുത്താൽ എന്താ ഉപയോഗിക്കും? ഇവിടെ 1/5 ആവും. 33ഉം 67ഉം കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക നമുക്കറിയാം. അത് 100 വരിക.
100/5. 100/5 എന്താ? സിമ്പിൾ ആൻസർ ആണ്, അത് 20 ആയിരിക്കും വരിക. സോ ഡി ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരിക്കലും ഇവിടെ 33നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിനെ ഡെസിമൽ നമ്പേഴ്സ് ഒന്നും ആക്കി എഴുതണ്ട. ഓക്കെ, എന്നാൽ ഓക്കെ, നിങ്ങൾ ഈ കാര്യം ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആക്കി എടുക്കുക. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാലും നമുക്ക് വേറൊരു ചാപ്റ്ററിൽ വേറൊരു സെഷനുമായി നമുക്ക് വീണ്ടും കാണാം.